ഇവിടെ ഇരിക്കും. എടീ, നമ്മുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ഞാനും നീയും ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ചെന്നു. നമ്മളെ കണ്ടപ്പോ അവൾ ഒഴിച്ചു ബാക്കി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അപ്പൊ നീയാ എന്റെ ചെവിയിൽ പറഞ്ഞത് അവളുടെ നടുവ് ചവിട്ടി കലക്കാൻ. ഇങ്ങനെയാണെങ്കിൽ ഷൂട്ടിംഗ് തുടങ്ങുമ്പോ ഞാൻ ബാക്കി ഉണ്ടാവില്ല. എടി, നിനക്ക് മാത്രമല്ലടി പണി, എനിക്കും കിട്ടിയിട്ടുണ്ട്. എന്റെ ദൈവമേ, എന്റെ നടുവ് പിടിച്ചെന്നാ തോന്നുന്നേ. ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കേ, ഞാൻ ഒഴിഞ്ഞുതരാം. ഇരുന്നേ. സ്വപ്നത്തിലാണെങ്കിലും അവളെ ഞാൻ വെറുതെ വിട്ടില്ലല്ലോ, അതാ എനിക്കൊരു സമാധാനം. അതെ, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെന്നിട്ട് നേരിട്ട് ചെയ്യാം. ദയവ് ചെയ്ത് രണ്ടാളുടെയും തടി കേടാവുന്ന സ്വപ്നം ഒന്നും കാണല്ലേ. തടവടി. ഈ കാര്യത്തിലും കൂടെ അങ്ങ് കൈവിട്ട അവള് മാത്രല്ല, ഈ കുടുംബം മുഴുവൻ ഒന്നിച്ച് തകർന്നു പോവും. രക്ഷിക്കണേ ഭഗവാനെ. എന്താ ദൈവട്ടാ ഇത്? കുട്ടികൾ വരാത്തതിനെ കുറിച്ച് അവളുടെ മുമ്പിൽ വെച്ച് ഒന്നും പറയാനുള്ള ധൈര്യം എനിക്കില്ല. വിഷമിക്കാതിരിക്കെ, കുട്ടികൾ വരും. മുഹൂർത്തത്തിന് ഒരു കുട്ടിയെങ്കിലും വന്നിരുന്നെങ്കിൽ തുടങ്ങി വെക്കായിരുന്നു. ആരും വന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ ദേവേട്ടാ? ആരും വന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. മുഹൂർത്തത്തിന് വിളക്കങ്ങ് കൊളുത്തണം. എന്നിട്ട് അടുത്ത ദിവസങ്ങളിലായി ഒന്നുകൂടൊന്ന് പറഞ്ഞു നോക്കാം. ഭഗവാൻ എന്റെ മോളെ കൈവിട്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ ഇന്നറിയാം. രാധികേ മോളെ, നമുക്ക് ആദ്യം ഒരു ദൈവസ്തുതിയിൽ തുടങ്ങാം. ചേച്ചി ആദ്യം പാടിത്തരാം, മക്കളത് കേട്ട് പാടിയാ മതി. രാധികെ മോള് വലിയ പാട്ടുകാരിയായി സിനിമയിലൊക്കെ പാടാൻ പോയെന്ന് ഞങ്ങള് കേട്ടിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കൊരു പാട്ട് കേൾക്കണമെന്നുണ്ട്. അതെ, ടീച്ചർ ഒരു നല്ല പാട്ട് പാടി അങ്ങ് തുടങ്ങിക്കോ. കേശാദിപാദം തൊഴുന്നേൻ കേശവ, കേശാദിപാദം തൊഴുന്നേൻ. പീലിച്ചുരുൾ മുടിയും നീലത്തിരൂവുടലും ഹാലത്തോടു കുറിയും താണു തൊഴുന്നേൻ. കേശാദിപാദം തൊഴുന്നേൻ. അരയിലെ പട്ടുടയാട തൊഴുന്നേൻ. മണിമുത്തു കീലുന്നൊരഞ്ഞാണം തൊഴുന്നേൻ. കനകച്ചിലങ്ക തുള്ളും കാൽ തളിർ തൊഴുന്നേൻ. കരിമുകിൽ വർണ്ണനെ അടിമുടി തൊഴുന്നേൻ. കേശാദിപാദം തൊഴുന്നേൻ. കേശാദിപാദം തൊഴുന്നേൻ. കേശവ, കേശാദിപാദം തൊഴുന്നേൻ.
കസ്തൂരി പ്ലീസ്. വേണ്ട. സ്ത്രീകൾ 3 പേര് വിളക്ക് കത്തിച്ചുണ്ടെന്ന് ജ്യോത്സ്യര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എടോ, താൻ വന്ന് കത്തിച്ചേ. കത്തിക്ക്. ഒരു കാര്യം ഞാൻ എല്ലാവരോടും പറയാം. ഓരോരുത്തരും അവരവരുടെ പണി കൃത്യമായിട്ട് ചെയ്തോളണം. എനിക്കെല്ലാം കൂടെ നോക്കി നടത്താനുള്ള സമയം കാണില്ല. എന്നാ പിന്നെ ഡയറക്ടറെ, എവിടെന്നാന്ന് വെച്ചാ താനങ്ങ് തുടങ്ങിക്കോ. ക്യാമറ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല മാഡം. നേരം വെളുത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്നില്ലടോ. നിങ്ങളുടെ കയ്യില് അതൊക്കെ ഓൺ ചെയ്ത് വെച്ചൂടായിരുന്നോ? ക്യാമറ സ്വിച്ച് ഓൺ ചെയ്യാന്ന് വെച്ചാ അതൊരു ചടങ്ങാ. എന്നാ പിന്നെ നീ അത് നേരത്തെ അങ്ങ് പറഞ്ഞൂടായിരുന്നോ? ആരൊക്കെയാ ചിരിച്ചെന്ന് നീ നോക്കി വെച്ചു. ഷൂട്ടിംഗ് കഴിയുന്നതിനുള്ളില് കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തോളണം.